മാത്രമാണ്. പക്ഷെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു പാർട്ടായിട്ട് ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. കാണാത്തവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഇല്ല, ജാഫർക്കാരുള്ളത് മാത്രമല്ല, നസീറേട്ടനാണെങ്കിലും എല്ലാവരും ഇഷാൻ ഏവരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് എപ്പോഴും ജിസേട്ടൻ്റെ സിനിമയിലെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം എടുത്ത് പറയാണ്ട് എല്ലാ ചെറിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സോ എന്തായാലും കാണാത്ത ആൾക്കാർ വേണ്ടി അത് കാണുവാണെങ്കിൽ അതിൻ്റെ സസ്പെൻസും എന്താണ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെ ഒരു ഗോ ത്രൂ ചെയ്തിരുന്ന ജേർണി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ എന്തായാലും മിസ്സാക്കാണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യും. എന്തായാലും ഞങ്ങളെല്ലാവരും പടം കണ്ട് ഇറങ്ങി, ഒത്തിരി സന്തോഷം. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണുക. വെക്കേഷനും ഒക്കെ ഇതിനു മുമ്പ് എല്ലാവരും ഫാമിലീസായിട്ട് വന്ന് പടം കാണട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അടിപൊളിയായിരുന്നു. രണ്ടുപേരും കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ബീച്ചേട്ടനാണെങ്കിലും ആസിഫാണെങ്കിലും രണ്ടുപേരും കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. നല്ലൊരു ത്രില്ലർ മൂവി. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയേണ്ടത് അറിയില്ല. കിടിലൻ മൂവിയാണ്. ആരും മിസ് ചെയ്യാൻ പാടില്ല. ഇവർ രണ്ടുപേരും പോലീസ് വേഷത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എന്തായിരിക്കും? ഈ സിനിമയ്ക്കകത്തും എന്താ പറയുന്നത്, നമുക്ക് അവർ പോലീസുകാരായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ പേഴ്സണലി ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അവരല്ലാതെ നമുക്ക് അറിയാം, നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, നമുക്ക് അറിയാം അവരെ ബിജു മേനോൻ ആസിഫ് അലി എന്നുള്ള നിലയിൽ അറിയാം. പക്ഷെ നമ്മൾ ഈ സിനിമയെ നോക്കുവാണെങ്കിൽ അവരെ ആ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ ഒരു പക്ക ഒരു പോലീസിൻ്റെ ഒരു നേച്ചറൊക്കെ അവർക്കുണ്ടായിരുന്നു. വെരി ജെന്യുവൻ എഫേർട്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യാണ്ട് സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് തോന്നി അല്ലേ? അപ്പം അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജിസണ്ണ നരേഷനിൽ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ പ്രധാന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. കാരണം ജിസേട്ടൻ പറഞ്ഞപ്പോഴേ ചുമ്മാ ഒരു പ്ലേസ് ചെയ്യുന്ന അല്ലാന്ന് നമുക്ക് അറിയായിരുന്നു. നമ്മൾ സ്റ്റോറി കേട്ടായിരുന്നു. സ്റ്റോറി കേട്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നത് തിയേറ്ററിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് അത് ഏതൊരു ലെവലിലേക്കാണ് ജസ്റ്റ് ഒരു സ്റ്റോറീനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനെ ഏതൊരു ലെവലിലേക്കാണ് മാറ്റി മേക്കിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇന്നാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ ഡബൊക്കെ ചെയ്തപ്പോൾ കണ്ടു, എന്നാൽ പോലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയുക, എഴുതി വെച്ചിരിക്കുന്നതിനെ വേറൊരു ലെവലിലേക്ക് മേക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. ചേട്ടായിസിന് ശേഷമല്ലേ ബിജു മേനോൻ ചേട്ടൻ്റെ ഭാര്യയാവുന്ന വീണ്ടും? ചേട്ടായിസിന് ശേഷം ഷെർലക് ടോംസ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ അനാർക്കലി, പിന്നെ ഹായ് ആൻഡ് ടോണി, പിന്നെ ഇതുണ്ടായിരുന്നു ഈ തലവൻ, ചേട്ടായിസ്, ഇതൊക്കെയാണ്. ബിജുചേട്ടന് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ജയശങ്കർ ഡെഫിനറ്റ്ലി മാറി നിൽക്കും, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. ആളുടെ ഒപ്പമുള്ള ബിജുചേട്ടൻ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ ചേട്ടായി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം മുതലേ ഞാൻ എൻ്റെ ഒരു ചേട്ടായി ആയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരാളാണ് ബിജുചേട്ടൻ. അപ്പോൾ ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ. എല്ലാവരും ബിജുചേട്ടനാണെങ്കിലും ആസ്തിക്കാണെങ്കിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൻ്റെ കൂടെ. നല്ല വർക്കായിരുന്നു ബേസിക്കലി. ഒത്തിരി സന്തോഷം. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ടോ? ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ടോ? കണ്ടു പെർഫോം ചെയ്യാൻ കുറച്ചധികം കിട്ടി കുറച്ച് കാലത്തിന് ശേഷം. അങ്ങനെ ഫീൽ ചെയ്തോ? ഞാൻ സ്ഥിരമായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്ത ടീമാണത്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ചിത്രമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഭാഗം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കരച്ചില് ഗ്ലിസറിനുണ്ടോ? കരച്ചില് ഗ്ലിസറിനുണ്ട്. സപ്പോർട്ട് വേണം. എന്നാലും ബാക്കി ഇങ്ങനെ പുള്ളിന്ന് വരില്ല. ഇഷ്ടപ്പെട്ടോ?